നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എയർ ദേശായിയുടെ അപ്രോച്ചിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് മാക്സിയൻ സ്കോളേഴ്സും അല്ലെങ്കിൽ ഐ മീൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളും അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറീസിനെ പലപ്പോഴായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്ന മാക്സിയൻ സ്കോളേഴ്സ് പറയുന്നത് വിച്ച് വാസ് ടു സിംപ്ലിസിറ്റിക് ഓർ ദിസ് വാസ് നോട്ട് capable of understanding the complexities that structure Indian experience of capitalism and the nature of protest against it. ഇപ്പോൾ പട്ടേലൊക്കെ സുജാത പട്ടേലൊക്കെ റൈറ്റിങ്സിനകത്ത് സുജാത പട്ടേലൊക്കെ ഇദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുജാത പട്ടേൽ പറയുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചോ ഇന്ത്യയുടെ എന്താണ് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റ് അതിൻ്റെ ഒരു നാച്ചർ എന്താണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കി തരുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത്, പട്ടേൽ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ദേശായിയുടെ ഈ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള ഈ ഒരു ഐ മീൻ കൺസെപ്റ്റ്സുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അദ്ദേഹം റീഡ് ചെയ്തിട്ടുള്ളത് മെയിൻ സ്ട്രീം കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർലി ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ടു ബ്രിങ് അബൌട്ട് ക്യാപിറ്റലിസ്റ്റ് ഓർ സോഷ്യലിസ്റ്റ് റെവല്യൂഷൻ, എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്താണ് റെവല്യൂഷൻ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തെ എന്ത് ചെയ്യുന്നില്ല ഇവിടെ അധികം ഡിബേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഐ മീൻ ഇതിനകത്ത് ഹിസ് വർക്ക്സ് വാസ് ആൾസോ ക്രിട്ടിസൈസ്ഡ് ഫോർ നോട്ട് ഹാവിങ് എ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ടു അസസ് ആൻഡ് എക്സാമിൻ ദ intersection of class and caste nor its intersection with gender and ethnicity or language. അദ്ദേഹത്തിന് ഒരു എന്താണ് സൈദ്ധാന്തികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടില്ല അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനകത്ത് എന്നുള്ള പറയുന്നത്. അത് ഒരേ സമയം എന്താണ് ഈ ക്ലാസ്സിനെയോ കാസ്റ്റിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജെൻഡർ അല്ലെങ്കിൽ എത്നിസിറ്റി, ലാംഗ്വേജ്, ആ ഒരു ഇൻ്റർസെക്ഷൻസിനെ പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ എന്ത് ചെയ്യുന്നില്ല ദേശായിയുടെ വർക്കിനകത്തില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആൾസോ ഡസ് നോട്ട് conceptualize any theoretical foundation for examining the complexities inherent the identity formation within the subcontinent. അപ്പം ഐഡൻറ്റിറ്റി ഫോർമേഷനെ എന്താ ഉതകുന്ന രീതിയിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് കാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളെ എന്താണ് പറയുന്ന രീതിയിലുള്ള എന്താണ് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നില്ല ദേശായിയുടെ വർക്കിനകത്തില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, സോ ഹിസ് തിയറി ഓഫ് ഐഡൻറ്റിറ്റി വാസ് ബേസ്ഡ് ഓൺ സിമ്പിൾ proportion that exploitative experience need to be made visible in order to understand the exploitative process. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം ഉണ്ടാക്കിയുള്ള സിമ്പിളായിട്ടുള്ള ചില വാദഗതിയാണ്, അല്ലെങ്കിൽ അത്രയും എന്താണ് ചെറിയ രീതിയിലുള്ളൊരു എന്താണ് വാദഗതിയാണ്. ആ ഒരു വാദഗതി ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും എന്താണ് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് എക്സ്പീരിയൻസസിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എക്സ്പീരിയൻസ് നീഡ് ടു ബി മെയ്ഡ് വിസിബിൾ. ഓക്കെ, ആ എക്സ്പ്ലോയിറ്റേറ്റീവ് എക്സ്പീരിയൻസിനെ എന്ത് ചെയ്യാൻ ഇദ്ദേഹം എന്താണ് മാക്സിമം വിസിബിളാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രോസസ്സ്. എക്സ്പ്ലോയിറ്റേറ്റീവ് പ്രോസസ്സിനെ എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ എക്സ്പ്ലോയിറ്റേറ്റീവ് എക്സ്പീരിയൻസസിനെ വെച്ചുകൊണ്ടുള്ള ചില സിമ്പിളായിട്ടുള്ള ചില വാദഗതികളാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ക്രിറ്റിസിസമായിട്ട് പറയുന്നത്. ഓക്കെ, ആൻഡ് മാർക്സിസ്റ്റ് സ്കോളർ കെ ബാലഗോപാൽ, ഓക്കെ, അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം ദ ട്രയാങ്കുലർ ക്ലാസിഫിക്കേഷൻ ഓഫ് അഗ്രേറിയൻ ക്ലാസസ്, റിച്ച് പെസൻസ്, മിഡിൽ ഫാമേഴ്സ് ആൻഡ് ലാൻഡ് ലോഡ്സ്. ഓക്കെ,
രാജഗോപാൽ എന്ത് ചെയ്യണം, ദേശായിയുടെ ഈ ഒരു എന്താണ് റിച്ച് പെർസൺസ് അല്ലെങ്കിൽ മിഡിൽ ഫാമേഴ്സ്, ലാൻഡ് ലോഡേഴ്സ് എന്ന് പറയുന്നുള്ള ഈ ഒരു അഗ്രേറിയൻ ക്ലാസ്സിൻ്റെ ട്രയാങ്കുലർ ക്ലാസിഫിക്കേഷനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഓക്കെ, ഹി ആൾസോ ക്വസ്റ്റ്യൻസ് ദ ഡിവിഷൻ ഓഫ് സ്ട്രഗിൾ ഇൻ ടു പ്രീ Green Revolution and post Green Revolution periods, considering that Green Revolution was not introduced in many parts of country. Okay, so these arguments put forth by Desha do not have enough corresponding empirical evidence to support him. അപ്പോൾ ഒരിക്കലും ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ത് ചെയ്തില്ല, ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. പല ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്ഥാപിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ഡാറ്റാസിനെ എന്ത് ചെയ്തില്ല, ദേശായി കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ബാലഗോപാൽ പറയുന്നത്. ഓക്കെ, ഇൻ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം, Desai argued that pre-colonial India do not have private property and that village was self-sufficient, autocratic and unprogressive. Okay, this builds a very static and stagnant view of society that exists in pre-colonial India. അപ്പോൾ പ്രീ കൊളോണിയൽ ഇന്ത്യയെക്കുറിച്ച് ദേശായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന വർക്കിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു കാര്യമില്ല, അതുപോലെ തന്നെ എല്ലാ വില്ലേജസും എന്താണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഓട്ടോക്രാറ്റിക് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം അൺപ്രോഗ്രസീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് ഇന്ത്യയിൽ പ്രീ കൊളോണിയൽ ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വില്ലേജസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് ആണ്, സ്റ്റാഗ്നൻ്റ് ആണ്. അതായത് അവിടെ മാത്രം നിലനിൽക്കുന്ന, അവർക്ക് യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദഗതി എന്നുള്ളതാണ് മറ്റൊരു എന്താണ് ക്രിറ്റിസിസമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു എമിനൻറ്റ് സോഷ്യോളജിസ്റ്റ് സുജാത പട്ടേൽ, ദേശായി theories was not paved the way of new theoretical articulation of themes that he explored such as class and laboring poor, nationalism, development and state policies. ഓക്കെ, അപ്പോൾ സുജാത പട്ടേൽ പറയുന്ന ദേശായിയുടെ തിയറീസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പുതിയ രീതിയിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന വർഗങ്ങളും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു തൊഴിലാളി വർഗവും അതുപോലെ തന്നെ നാഷനും ദേശീയതയും അല്ലെങ്കിൽ വികസനവും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോളിസീസൊക്കെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പുതിയ രീതിയിലുള്ള സൈദ്ധാന്തികമായിട്ടുള്ള തത്വങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പട്ടേലൊക്കെ പറയുന്നത്. ഓക്കെ, ഹിസ് തിയറീസ് കുഡ് നോട്ട് എൻഗേജ് വിത്ത് ദ കോംപ്ലക്സിറ്റീസ് ദാറ്റ് മോഡേണിറ്റി ബ്രോട്ട് അബൌട്ട് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സബ്കോണ്ടിനൻറ്റ്. ഓക്കെ, അപ്പോൾ പട്ടേൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ തിയറീസ് ഈ ഒരു മോഡേണിറ്റി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരുന്ന ഈ ഒരു സങ്കീർണതകളെ എന്ത് ചെയ്തില്ല, അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി ഞാൻ ദേശായിയെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂയിസ് ഡ്യുമോണ്ട്, അതുപോലെ തന്നെ എം.എൻ. ശ്രീനിവാസൻ, ദേശായി. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലൂയിസ് ഡ്യുമോണ്ടിനെ നമ്മൾ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എം.എൻ. ശ്രീനിവാസൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന വെസ്റ്റേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കൺസെപ്റ്റ്സുകളും കൂടെയായിരുന്നു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ദേശായി, അദ്ദേഹത്തിൻ്റെ മാക്സിയൻ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. എല്ലാവരും ഈ നോട്ട്സുകൾ, ഞാൻ തരുന്ന നോട്ട്സുകൾ മാക്സിമം നോട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ
ഇന്ത്യയുടെ വില്ലേജ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.